ട്രെയിനർ ഫാമിലി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025ൻ്റെ പുതുക്കിയ പരീക്ഷാ ഡേറ്റുകൾ ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് പോർട്ടലിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ PDF പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മുടെ എക്സാം ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയ ചേഞ്ചുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാം ഡേറ്റ്സിനെ പറ്റിയിട്ട് വിവരം അറിയാത്ത നിങ്ങളുടെ കീം എഴുതാൻ വേണ്ടി പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പുതുക്കിയ ഡേറ്റുകളാണ്, എക്സാം ഡേറ്റുകളാണ് ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ പുതിയ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ നോക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവരുടെ എക്സാംസ് നടക്കുന്നത് 23, 24 തീയതി ഇല്ല, 23, 25, 26, 27, 28, 29 തീയതിയും കൂടെ എക്സാം വന്നിട്ടുണ്ട്. അതാണ് അവിടെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 23, 25, 26, 27, 28 ആൻഡ് 29 എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം സമയം എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നുമില്ല, 2 മണി മുതൽ 5 മണി വരെ തന്നെയാണ് എക്സാം. ആൻഡ് പ്രത്യേകം അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. 2 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ പോവേണ്ടതുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അവിടെ എന്താ പറയുക, നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളും ബയോമെട്രിക് ആയിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും നേരത്തെ നിങ്ങളോട് പോകാൻ വേണ്ടി പറയുന്നത്. കാരണം പ്രത്യേകിച്ച് തിരക്കുള്ള സെൻറ്റേഴ്സിലാണെങ്കിൽ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്സ് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഡ്മിറ്റ് കാർഡ്സിൽ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ അതിൻ്റെ ഏതാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ, എത്ര ദൂരം നിങ്ങൾക്ക് പോകാനുണ്ട്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു 2 hours മുമ്പ് തന്നെ നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതാണ് എഞ്ചിനീയറിംഗ് തീയതികൾ എന്ന് പറയുന്നത്. ഇനി ഫാർമസിയിലേക്ക് നോക്കുവാണെങ്കിൽ 24 തീയതിയാണ് സെഷൻ 1 ഉണ്ടാവുക. 11:30 മുതൽ 1 മണി വരെ ആയിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. ഇതിലും സെയിം തന്നെയാണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ എക്സാം ടൈമിൻ്റെ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എത്തിയിരിക്കണം. അതേപോലെ 24 തീയതി സെഷൻ 2 ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3:30 തൊട്ട് 5 മണി വരെയാണ് സെഷൻ 2 എക്സാം വരുന്നത്. അതിലും സെയിം തന്നെയാണ്. എക്സാംസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏതൊക്കെ ഡേറ്റ്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഏത് ഡേറ്റ്സിലാണ് നിങ്ങളുടെ സെഷൻ വരുന്നത് എന്നുള്ളത് അഡ്മിറ്റ് കാർഡ്സ് നോക്കി മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഫാർമസി ആണെങ്കിൽ ഒരു ദിവസമാണ്, 24 തീയതി തന്നെയാണ് എക്സാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ വരുന്നത് 29 തീയതിയാണ് കേട്ടോ. 29 തീയതിയും ഇതേപോലെ 10 മണി മുതൽ 11:30 വരെ നിങ്ങൾക്ക് ഫാർമസി എക്സാമിൻ്റെ ഡേറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ 29-നാണോ 24-നാണോ നിങ്ങളുടെ വരുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എക്സാം ഡേറ്റ്സിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഫാർമസി ആണെങ്കിൽ 24-ഉം അതേപോലെ തന്നെ 29-ലും വരുന്നുണ്ട്. ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ ദിവസങ്ങളിലാണ്. 24-ന് എക്സാം ഇല്ല, 23 തൊട്ടിട്ട് പിന്നെ 29 തീയതി വരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ ഈ ഡേറ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ എല്ലാം ഡേറ്റ്സിൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏത് സെൻറ്ററാണ് കിട്ടിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ക്രാഷ് ബാച്ചിലത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ബാക്കിയുള്ളവർക്കും ജോയിൻ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.